ഫോൺ മാറ്റിയപ്പോൾ വാട്സാപ്പ് ബിസിനസ് ചാറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ശരിയായ രീതിയിൽ ചെയ്താൽ ഒരു ചാറ്റ് പോലും നഷ്ടപ്പെടാതെ എല്ലാ ഡാറ്റയും സേഫായി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ വളരെ ക്ലിയറായി എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാട്സാപ്പ് ബിസിനസ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് 3 മെത്തേഡുകളുണ്ട്. ഇതിൽ ഒന്നാമത്തെ മെത്തേഡ് നമ്മുടെ ഫോണിലെ ഫയൽ മാനേജറിലുള്ള വാട്സാപ്പ് ബിസിനസിന്റെ ഈ ഫോൾഡർ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റീസ്റ്റോർ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മുടെ വാട്സാപ്പ് ബിസിനസിന്റെ സെറ്റിംഗ്സിൽ ചാറ്റ്സ് എന്നതിൽ ചാറ്റ് ബാക്കപ്പ് എന്ന ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് ആഡ് ചെയ്ത് ബാക്കപ്പ് കൊടുത്തതിന് ശേഷം പുതിയ ഫോണിൽ ഇവിടെ കൊടുത്ത സെയിം ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വാട്സാപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്ത് ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി പറയുന്ന മൂന്നാമത്തെ മെത്തേഡ് ഏറ്റവും ഈസിയായ മെത്തേഡാണ്. ആദ്യം നമ്മുടെ പഴയ ഫോണിൽ വാട്സാപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അതിൽ ചാറ്റ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി താഴെ കാണുന്ന ട്രാൻസ്ഫർ ചാറ്റ് എന്ന ഈ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇവിടെ സ്റ്റാർട്ട് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ട്രാൻസ്ഫർ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയാൽ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ക്യാമറ ഇതുപോലെ ഓപ്പൺ ആകും. ഇനി ഈ ഫോൺ അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് പുതിയ ഫോൺ എടുത്ത് അതിൽ വാട്സാപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി സാധാരണ ചെയ്യുന്നത് പോലെ ആദ്യം എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ശേഷം നിങ്ങളുടെ സെയിം ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വരും. OTP ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രീൻ ഓപ്പൺ ആകും. ഇവിടെ കോൺടാക്റ്റ് ആൻഡ് മീഡിയ ആക്സസ് ചോദിക്കുന്നതാണ്. നമ്മുടെ ചാറ്റുകളും ഫോട്ടോകളും വീഡിയോകളും എല്ലാം പ്രോപ്പർലി വർക്ക് ചെയ്യാൻ ഇത് ആവശ്യമാണ്. അതിനാൽ ഇവിടെ കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. ശേഷം വരുന്ന എല്ലാ പെർമിഷനുകൾക്കും അലോ കൊടുക്കുക. അതിനുശേഷം അടുത്ത ഈ സ്ക്രീൻ ഓപ്പൺ ആകും. ഇവിടെ ലൊക്കേഷൻ പെർമിഷന് കണ്ടിന്യൂ കൊടുക്കുക. ശേഷം ഈ പെർമിഷന് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് കൊടുക്കുക. ശേഷം ഇനി കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം സ്ക്രീനിൽ ഇതുപോലെ ഒരു QR കോഡ് വരും. ഇനി പഴയ ഫോൺ ഉപയോഗിച്ച് ഈ QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം പ്രോസസ്സിംഗ് 100% ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ട്രാൻസ്ഫർ പ്രോസസ്സ് കുറച്ച് സമയമെടുക്കും. ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയാൽ എല്ലാ ചാറ്റുകളും ഫോട്ടോകളും വീഡിയോകളും നിങ്ങളുടെ പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ആകും. ഇതാണ് ഏറ്റവും ഈസി മെത്തേഡ്. ഈ 3 മെത്തേഡുകൾ നിങ്ങൾക്ക് ഏറ്റവും ഈസിയായി തോന്നിയത് ഏതാണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.